ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഹൃദയം ധ്യാനിക്കുന്നോനേ, എന്നുള്ളം വാഞ്ചിക്കുന്നോനേ, എൻ സർവം ദാഹിക്കുന്നോനേ, എൻ മനസ്സിൽ ആനന്ദമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ദേഹമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 12:1. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ആമേൻ. അബ്രഹാമിനോട് എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ല. ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വചനം പറഞ്ഞിട്ടുണ്ട്. കനാനിലേക്ക് ഇറങ്ങി തിരിച്ചത് തേരഹും അബ്രഹാമും ഒക്കെ ആയിരുന്നു. എന്നാൽ തേരഹ് ഹാരാരിൽ ഒതുങ്ങി. എന്നാൽ അബ്രഹാം എവിടെ നിർത്തിയോ, അപ്പൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി. ആമേൻ. ഇതൊരു ദൈവശബ്ദമാണ്. ഇതിൻ്റെ പിൻപിലുള്ള ഭയങ്കര ഗഗനമായ ആത്മീയ അർത്ഥമൊന്നും ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇതൊരു ദൈവശബ്ദമാണ്, റീമയാണ്. പിതാക്കന്മാർ നിർത്തിയെടുത്ത് ദൈവം നിന്നെ ഒരു പുതിയ തുടക്കമിടാൻ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൻ നടന്നതാ, പക്ഷെ എത്താൻ പറ്റിയില്ല. അവിടെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സന്തതികൾ പുരാതന ശൂന്യങ്ങൾ പണിയും. തലമുറ തലമുറയായി നിർജ്ജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ കേടുകൾ പോക്കുമെന്ന് കർത്താവിൻ്റെ വചനമുണ്ട്. പിതാക്കന്മാർക്ക് കഴിയാത്ത പലതും അവർ സ്റ്റക്കായ ഇടത്ത് പലയിടത്ത് നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചിലത് പുനരാരംഭിക്കാൻ ദൈവം നിങ്ങളെ ഒരു കൽപ്പകയാണ്. അബ്രഹാമിനെ ദൈവം വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയും അതൊരു റീസ്റ്റാർട്ടാണ്. കർത്താവ് നിങ്ങളെ അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇടവഴിയിൽ നിന്നതൊക്കെ തുടങ്ങട്ടെ, സ്റ്റക്കായി പോയതൊക്കെയും സ്റ്റാർട്ടാകട്ടെ. ആമേൻ. അബ്രഹാമേ, നീ പോ. ദൈവം ചിലരോട് പറയുന്നു, ചിലർ പരാജയപ്പെടുത്തപ്പെട്ട ഇടത്തേക്ക് നിന്നെ വിടുകയാണ്. എന്തിന്? നീ സക്സസ് ആണ്, നീ വിജയിക്കും. ഹല്ലേലൂയ. അതെ, കർത്താവ് പറയുന്നു, ചിലർ നിർത്തിയെടുത്ത് നിന്നിലൂടെ ചിലത് തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അപ്പന്മാർ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്ത ചിലത് നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടും. കഴിഞ്ഞ നാളുകൾ ചില ആത്മീയ പിതാക്കന്മാർ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്തത് നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടും. ചില ദേശത്തൊക്കെ ദൈവപ്രവൃത്തികൾക്ക് ചിലർ വന്ന് പരാജയപ്പെട്ടെടുത്ത് ദൈവം നിന്നിലൂടെ ഒരു വിളവെടുപ്പ് നടത്തും. യെസ്, കർത്താവ് പറയുന്നു, ചിലർ നിർത്തിയെടുത്ത് നിന്ന് ദൈവം നിന്നെ പുതിയ ആരംഭങ്ങളിടാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരുമിച്ച്
ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശു ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രത്യാശയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവ് പുതിയ ആരംഭങ്ങൾ അങ്ങ് തരുന്നതിന് നന്ദി പറയും. കർത്താവ്, ഞങ്ങളുടെ പിതാക്കന്മാർ നിർത്തിയെടുത്ത് നിന്ന് കർത്താവ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അവരുടെ ജീവിതത്തിൽ ഇന്ന് കേൾക്കുന്ന വചനം ഒരു പുതിയ തുടക്കമാവട്ടെ. കർത്താവ്, പുരാതനയുള്ള ശൂന്യതകളെ പണിയുന്നവരെ അവർ എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലായി മാറട്ടെ. ചില പുതിയ ആരംഭങ്ങൾ അങ്ങ് കൊടുക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്നലകളിൽ കഴിയാത്തത് ഇവരിലൂടെ കർത്താവ് സത്യമാക്കുന്നതിനായി സ്തോത്രം. പലരുടെയും സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ വ്യക്തി. അതിന് ആ നിലയിൽ അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, അനുഗ്രഹങ്ങൾ നടക്കട്ടെ. ജനത്തെ ഉയർത്തുന്നു, അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ബലഹീനർ എഴുന്നേൽക്കട്ടെ, തളർന്നുപോയവർ ശക്തരാകട്ടെ. ഈ വചനം ഇവരുടെ കുടുംബത്തിനകത്തൊരു നന്മയായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കുള്ളൊരു ദൈവശബ്ദമാണ്. ചില റീസ്റ്റാർട്ടുകൾ തുടങ്ങുന്നു. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.